ഹലോ അമീഗോസ്, എല്ലാവർക്കും ഹിറ്റാച്ചിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് എങ്ങോട്ട് വന്നേക്കണേ പറഞ്ഞോ? മിച്ചോക്കാൻ. എനിക്കിങ്ങനെ പേടിയോ അങ്ങനെ ഒന്നും വന്നില്ല. ഞാനിതെല്ലാം കണ്ടു നടന്നു. നമ്മൾ ഇത്തവണ ഒരു ബസ്സിലാണ് കേട്ടോ ടൂർ വന്നിരിക്കുന്നത്, കാറിലല്ല. ഏറ്റവും കൂടുതൽ ബാന്യൂസിൽ കയറിയ ആദ്യത്തെ ട്രിപ്പാണ് ഇപ്പൊ പോകുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരു കാലൻ നമ്മുടെ ദിയാദെ മോർട്ടസിന്റെ സെലിബ്രേഷൻസിനായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ദിയാദെ മോർട്ടസ് എന്ന് പറഞ്ഞാല് ബേസിക്കലി മരിച്ച ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ വെക്കുന്ന സെലിബ്രേഷൻസും അവരെ നമ്മള് ഇന്നത്തെ ദിവസം മരിച്ചവരുടെ സ്പെഷ്യലാണ്. അപ്പൊ അവര് തിരിച്ച് അവര് പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെങ്ങനെ സ്വീകരിക്കുന്നു, അവരെങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോ നമ്മളൊരു ചെറിയ വില്ലേജിൽ വന്നാൽ ഈ വില്ലേജ് ഫുള്ള് നോക്കിക്കോ. സാധാരണപ്പെട്ട ഒത്തിരി മനുഷ്യർ വന്നിട്ട് ഈ മരിച്ചവരുടെ ദിവസം ആഘോഷിക്കാനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഈ കാണുന്ന കുരിശുകളെല്ലാം മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഡെക്കറേഷൻ പീസുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ 2 മണിക്ക് വെളുപ്പാങ്കാലത്ത് ട്രാവൽ സ്റ്റാർട്ട് ചെയ്താണ് ഗോതലഹാരയിൽ നിന്ന്. കൂൾ ടു GDL എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ കൂട്ടത്തിലാണ് നമ്മൾ വന്നേക്കുന്നത്. ബസ്സിലാണ് യാത്ര. ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. സോ അവർ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കിയതാണ്. സോ ഇത് തിയാങ്കി മാർക്കറ്റാണ് കുറച്ച് മുന്നേ കണ്ടത്. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ തപ്പി തപ്പി നടക്കുകയാണ്, എന്താണ് കഴിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട്. സോ ഇതൊക്കെ കണ്ടോ, ഡെക്കറേഷൻസ് കണ്ടോ, നല്ല വൈബായിട്ടില്ലേ. സ്ഥലത്തിന്റെ പേര് പറയാൻ ഞാൻ വിട്ടുപോയായിരുന്നു. ഇത് ക്വരേഗ എന്നാണ് സ്ഥലത്തിന്റെ പേര്. സോ മിച്ചോക്കാനിലാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ എക്സ്പ്ലോറിംഗ്. തമാലിസ വാങ്ങിക്കാൻ തീരുമാനിച്ചു. എന്ത് തമാലിസ മറി? റാഹാസ്. സത്യം ചിക്കൻ ഇല്ല. അതെ, നല്ല പ്ലേറ്റ് തന്നു. ഭയങ്കര റഷാണ്, എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. സോ ഞാൻ ചെറിയൊരു ഡയറ്റിന്റെ ഭാഗമായത് കൊണ്ട് വീട്ടിൽ നിന്ന് ഓട്സ് കൊണ്ടുവന്നു. ഞാൻ ഫുഡ് കഴിച്ചു, ബാക്കിയുള്ളവരത് അവിടെ ഇരിപ്പുണ്ട്. സോ ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഇതാണ് ഇവിടെ ഡേ ഓഫ് ഡെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേടിപ്പെടുത്തുന്ന രൂപങ്ങളല്ല. ഇതൊന്നും ഹാലോവിൻ്റെ ഡെക്കറേഷൻസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. Halloween is entirely different from what we are seeing here. Halloween is more like എന്താ പ്രേതം, ഗോസ്റ്റ്, മോൺസ്റ്റേഴ്സ്, പിന്നെ ക്യാൻഡി, ട്രിക്ക് ആൻഡ് ട്രീറ്റ്, ആൾക്കാർ പേടിപ്പിക്കുക, അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളാണ്. പക്ഷേ നമ്മുടെ ഡേ ഓഫ് ഡെഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഫാമിലിയിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അന്നത്തെ ദിവസം നമ്മൾ കാണാനായിട്ട് വരികയാണ്. സോ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം അവർക്ക് വേണ്ടി റെഡിയാക്കി വെക്കുക, അവരോട് കൂടെ ഒരു ദിവസം മരിച്ചവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക. ഇതാണ് ഡേ ഓഫ് ഡെഡ്. സോ നാട്ടിലെ കാത്തലിക്സിന് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് മരിച്ച വിശ്വാസികളുടെ ദിവസം എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. നവംബർ 2 നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവർ കുഴിമാടത്തിൽ പോയിട്ട് ഒപ്പിച്ച് ചൊല്ലുക. ഞാനൊക്കെ എൻ്റെ അപ്പച്ചനും അമ്മച്ചയൊക്കെ മരിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ പോവായിരുന്നു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ മരിച്ചവരുടെ ഇതിന് വേണ്ടി അവർ കരയല്ല, അവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാണ്. സോ ഒരു എൻ്റെ ഫാമിലി ട്രീ പോലെ അവർ അൾത്താർ എന്ന് പറയുന്നത് സെറ്റ് ചെയ്യും. സോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതൊരു അൾത്താറാണ് കേട്ടോ. അൾത്താറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി ട്രീ ആണ്. ഈ ഫാമിലിയിൽ മരിച്ചുപോയ എല്ലാവരുടെയും ഫോട്ടോസ് അവർ വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കൈൻഡ് ഓഫ് ഓഫറിങ് പോലെ. ഇത് കണ്ടോ, ഇവിടെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, ആപ്പിൾ, അക്കോട്ട്, പിന്നെ കുറേ മെഴുകുതിരികളും വെച്ചിട്ടുണ്ട്. സോ ഈ മെഴുകുതിരികൾ അവർ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വഴി കാട്ടും എന്നാണ് പറയാ. സോ ഇവിടെ നമുക്കിതേ അടുത്ത സെറ്റ് മെഴുകുതിരികൾ കാണത്തില്ലേ, ഇതെല്ലാം അവരെ വേറൊരു ലോകത്തു നിന്ന് നമ്മുടെ ലോകത്തിലേക്ക് വഴി കാട്ടി കൊണ്ടുവരുന്ന ഒരു കഥയാണ് ശരിക്കും ദിയാദെ മോർട്ടസ. ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് ശരിക്കും. അവിടെയൊക്കെ അൾത്താർസ് ഉണ്ട്. നമുക്കിത് കുറച്ച് വിചിത്രമായിട്ട് തോന്നുമായിരിക്കും അല്ലേ, കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ച ദിവസം എന്ന് പറയുന്നത് നമുക്ക് കരയാനുള്ള ദിവസമായിരിക്കും. അവർ ഓർമ്മകൾ ഓർത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ മെക്സിക്കൻ ജനത ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അന്നത്തെ ദിവസമാണ്, മരിച്ചവരുടെ ദിവസമാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർ കാണാൻ വരുന്ന ദിവസമാണ്. സോ അന്ന് അവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം മരിച്ചു പോയ ആൾക്ക് ഫുഡിനോട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം അന്നത്തെ ദിവസം
അവരവിടെ ഉണ്ടാക്കി വെക്കും, അൾത്താറിൽ അവർ പ്രതിഷ്ഠിക്കും. സോ വേറൊരു ലോകത്തു നിന്ന് മരിച്ചുപോയ ആള് അവിടെ വന്ന് അന്ന് അയാൾക്ക് ഇതെല്ലാം എടുത്ത് കഴിക്കാം, അയാൾക്ക് അയാളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ളൊരു വിശ്വാസത്തിൽ ആണ് ഈ ജനത ഇവിടെ ജീവിക്കുന്നത്. ഇത് ഫുഡിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കൾച്ചർ അല്ല കേട്ടോ. ഇപ്പോൾ മരിച്ചുപോയ ആള് ഡ്രിങ്ക്സിന് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള മദ്യക്കുപ്പികൾ എത്ര വിലയേറിയതായാലും അവരുടെ സ്വന്തം കുഴിമാടത്തിൽ കൊണ്ടുവെക്കുന്ന ചടങ്ങുകൾ നമ്മൾ കണ്ടു, നമുക്കിനി കാണാം. പിന്നെ അയാൾക്കിനി സംഗീതമാണ് ഇഷ്ടമെങ്കിൽ അയാൾക്ക് വേണ്ടി ബാൻഡ് സെറ്റ് അറേഞ്ച് ചെയ്യുക, അന്നത്തെ ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡാൻസ് കളിക്കുക എന്ന് തുടങ്ങി അവർക്ക് വേണ്ടതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അവരെ സന്തോഷിപ്പിക്കുക, നമ്മളെ കാണാൻ വരുന്ന നമ്മളെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക. പിന്നെ ഈ ഡെക്കറേഷൻസിനെല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലത്തെ ബന്ദിപ്പൂക്കളാണ്. മരിച്ചവരുടെ പൂക്കളായിട്ട് മെക്സിക്കോക്കാർ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ഈ പൂക്കളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എല്ലായിടത്തും ഇതാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതും അവരെ വഴികാട്ടുന്ന ഒരു ഇതാണ്. നിങ്ങൾ ആരെങ്കിലും കോക്കോ മൂവി കണ്ടിട്ടുണ്ടോ? സോ കോക്കോ മൂവിയിലൊക്കെ പറയുന്ന സെയിം കൺസെപ്റ്റാണ്. കോക്കോ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. നിങ്ങളിനി ആരെങ്കിലും ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും കാണണം കേട്ടോ. ഡേ ഓഫ് ഡെഡ് എന്താണെന്നും ദിയാ ദെ മുർട്ടസിന്റെ കാതൽ എന്താണെന്നും ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു പരിധി വരെ മനസ്സിലാവും. അതും ഭയങ്കര ഇമോഷണലി നമ്മളെ കണക്റ്റ് ആക്കുന്ന ഒരു മൂവിയാണ്. മരിച്ചുപോയവരെ നമ്മൾ എന്തുകൊണ്ട് ഓർക്കണം, അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ എന്തുകൊണ്ട് ചെയ്യണമെന്ന് ഈ മൂവി കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്ത ആൾക്കാർ നമ്മളിപ്പോൾ വാഷ്റൂമിൽ പോകാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. സ്പാനിഷിൽ ബാനിയോ എന്നാണ് പറയുന്നത്. ബാനിയോ ഹണ്ടിങ് ആയിരുന്നു അടുത്തത്. സെവൻ റെസ്റ്റോറൻറ്റിൽ വരെ എത്ര വെൽ ഡെക്കറേറ്റഡ് ആണെന്ന് നോക്കിയത്. ദിയാ ദെ മുർട്ടസുമായിട്ട് ഇവർ അത്ര ഇഴുകി ചേർന്നിട്ടുള്ള ഒരു ലൈഫാണ്. റെസ്റ്റോറൻറ്റിൽ വരെ നമുക്ക് അതാണ് കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ ബാനിയോ വിസിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രത്യേകം ഈവൻറ്റ്സ് നടക്കുന്ന ഒരു സ്പോട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് ഓടി. നമ്മൾ ലേറ്റാണ്, ബസ്സിലായതുകൊണ്ട് നമ്മൾ പറഞ്ഞ ടൈമിനോടെ എത്തണം. സോ അതിനിടയ്ക്ക് പറ്റുന്ന കാഴ്ചകൾ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് ഓടി എത്തിയതാണ്. നമ്മൾ മെക്സിക്കോയിൽ എവിടെ ട്രിപ്പിന് പോയി കഴിഞ്ഞാലും ഇതുപോലെ വലിയ ലെറ്ററിൽ അവരുടെ പ്ലേസിൻ്റെ പേര് പ്രൗഡായിട്ട് അവർ എഴുതി വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇതില്ല. ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അവർ എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കിയത്. ഓരോ ഇവൻ്റ് അനുസരിച്ച് അവരവരുടെ ഡൗൺ ടൗണുകൾ ഡെക്കറേറ്റ് ചെയ്തു. നമ്മൾ ഇത്തവണ ഒരു ബസ്സിലാണ് കേട്ടോ ടൂർ വന്നിരിക്കുന്നത്, കാറിലല്ല. അപ്പം നമ്മൾ ആദ്യം പോയ സ്ഥലത്തിൻ്റെ പേര് കൊറൈഗ എന്നായിരുന്നു. സോ ആ പ്ലേസ് ഫേമസ് ഫോർ കാർണിറ്റാസ് ഫുഡിൻ്റെ സ്പോട്ടാണ്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി, എന്നിട്ട് തിരിച്ച് ബസ്സിൽ കയറി. ഇനി നമ്മൾ കത്രീനെ കാണാൻ പോവാണ്. കത്രീന എന്നാണ്, നിങ്ങളിപ്പോൾ കുറേ രൂപങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതായത് പുള്ളി പറയുന്നതും സെയിം സാധനം തന്നെയാണ്. ഇവിടുത്തെ മരിച്ച ആൾക്കാർ പെണ്ണുങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് തോന്നുന്നു. സോ അവരുടെ സ്കളായിട്ടുള്ള അവരുടെ ആ രൂപത്തിന് ഒരു കത്രീന എന്നാണ് പറയുന്നത്. സോ പുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് എന്താണെന്ന്. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാർത്തികയും പറഞ്ഞു തരും. Las Catrinas son la representación, digamos, de una forma graciosa, ¿de acuerdo? Más adelante sobre el viaje vamos a estar hablando del contexto del Día de Muertos. Aquí en este pueblo, chicos, en Capula, se celebra la Feria Nacional de la Catrina, ¿de acuerdo? Más adelante, chicos, como hay bastante turismo, vamos a tener que caminar 8 cuadras hacia el pueblo, ¿de acuerdo? 8 cuadras y vamos a comenzar a ver, en este caso, digamos, un tipo... രാത്രിത്തെ കാര്യം പറഞ്ഞത്. രാത്രിത്തേക്ക് ഇതേപോലെ ഭയങ്കര റഷ് ആയിരിക്കും, ഇതേപോലെ ക്രൗഡഡ് ആയിരിക്കും. അത് കാരണം ഇതേപോലെ ദൂര സ്ഥലത്ത് ഇടാൻ പറ്റില്ല. മേ ബി അത് 1-2 കിലോമീറ്റർ ദൂരമായിരിക്കുന്നു. അപ്പം നമുക്ക് കുറേ നടക്കേണ്ടി വരും. പക്ഷെ വേറെ വഴിയില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ അവേഴ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അടുത്ത് പോയിട്ട് അവിടെ രാത്രിത്തെ ഇത് കാണാൻ, സിമിട്രി കാണാൻ വേണ്ടിയിട്ട്. സോ ഫോണും ഇതെല്ലാം ചാർജ് ചെയ്ത് വെക്കണം. ഭയങ്കര ഇരുട്ടായിരിക്കും. നമുക്കിതില്ലേ ലൈറ്റ് വേണ്ടി വരുന്നു. ലൈറ്റും സംഭവങ്ങൾക്ക് വേണ്ടി നടക്കാനായിട്ട് അവർ ഗ്രൂപ്പായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. എല്ലാവരും ഗ്രൂപ്പിൽ ഉണ്ടാവും. ഇങ്ങനെ ഇവിടുന്ന് 1 കിലോമീറ്റർ. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് കത്രീന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പം
കത്രീനയുടെ കഥ ഞാൻ പറയാം കേട്ടോ. ദിയാദെ മോർത്തസിന്റെ മുഖമാണ് കത്രീന എന്ന് നമുക്ക് പറയാം. 1910 ഹൊസെ ഗുദലപ്പെ പൊസാര എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കത്രീനയുടെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കത്രീനയുടെ സ്റ്റൈൽ ഇസ് ലൈക്ക് ഒരു യൂറോപ്യൻ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഹാറ്റൊക്കെ വെച്ചൊരു സ്കള്ളുള്ളൊരു മുഖമാണ് കത്രീന റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കത്രീന എന്തിനു ഡിപ്പിക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണം എല്ലാവർക്കും വരും, മരണത്തിന് ഏറ്റക്കുറച്ചിലുകളില്ല, വലിയവരെന്നോ സമ്പന്നരെന്നോ ദരിദ്രരെന്നോ ഒന്നുമില്ല. മരണം വരും, അതിനെ നമ്മൾ പേടിക്കേണ്ടതില്ല. ലൈഫ് ഉള്ളതുപോലെ തന്നെയാണ് മരണം. അതിനെ നമ്മൾ ഭയത്തോടെ അല്ല അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊരു കൈൻഡ് ഓഫ് ഒരു മെസ്സേജാണ് നമുക്ക് ദിയാദെ മോർത്തസിൻ്റെ കത്രീന തരുന്നത്. സോ കത്രീന ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പോകുന്ന വഴിക്ക് ഫേസ് പെയിൻറ്റിങ്ങും ഇതെല്ലാം ആ സ്ഥലം കണ്ടിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ കാണാം. ഈ തലയിലൊക്കെ ക്യാപ്പും ഇതൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലേ, ഇതെല്ലാം നമ്മൾ ആ കൾച്ചറിനോടുള്ളൊരു നമ്മളതിനെ വരവേൽക്കുന്നു എന്ന് കാണിക്കാനായിട്ട് ഇവിടെ എല്ലാവരും വെച്ചേക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സ്പെയിനിൻ്റെ ഒരു കോളനി ആയിരുന്നു നമ്മുടെ മെക്സിക്കോ. ഇവിടെയുള്ള ഇൻഡിജീനിയസ് പീപ്പിളിനെ എല്ലാം അടിച്ചമർത്തിയിട്ടാണ് ഈ സ്പെയിനിലെ ആൾക്കാരെല്ലാം വന്നത്. സോ അവർ യൂറോപ്യൻ കൾച്ചറിനെ ഒത്തിരി അനുകരിക്കുന്നു എന്ന് ഇത് കാണിക്കാനുമാണ് യൂറോപ്യൻ സ്റ്റൈലിലുള്ള കത്രീനയെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. മരണത്തിലെ സമത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് യൂറോപ്യൻ സ്റ്റൈൽ എടുത്താലും ഇൻഡിജീനിയസ് ആയാലും മരണം എല്ലാവർക്കും ഒരേപോലെയാണെന്ന് കാണിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ചുപോയവരെ ഓണർ ചെയ്യുന്നതും ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെയും ഒരു ദേശീയ ചിഹ്നം തന്നെയാണ് നമ്മുടെ കത്രീന. ഇപ്പം ഇവിടെ ഒരാൾ ഫേസ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. യൂഷ്വലി എല്ലാ ഡേ ഓഫ് ഡെഡ്, ലാസ്റ്റത്തെ 2 വർഷത്തെ ഡേ ഓഫ് ഡെഡിനും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ടയറിങ് ജേണി അതുകൊണ്ട് പറ്റിയില്ല. ഫേസ് പെയിൻറ്റിങ്ങിന് കാര്യം പറഞ്ഞാൽ നമ്മൾ നോസ്റ്റ് പഠിച്ച കാരണം ലാസ്റ്റ് 2 years നമ്മൾ ചെയ്ത ഫേസ് പെയിൻറ്റിങ് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഉള്ളതാണ്. ഭയങ്കര വൈബ് സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് തന്നെ ഒരു മിനിയേച്ചർ രൂപം ഇപ്പൊ കാണിക്കാമേ, കണ്ടില്ലേ? ഇതൊക്കെ കണ്ടില്ലേ, ഇവിടുത്തെ ആർട്ടിസണൽ വർക്കാണ്. കണ്ടില്ലേ, ഭയങ്കര ഇത് കൈകൊണ്ടാന്ന് തോന്നുന്നു പെയിന്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാണ് ഈ കത്രീന, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കത്രീന. പിന്നെ ഇത് ഇവരുടെ ഒരു മെയിൻ പൂവാണ്. കണ്ടില്ലേ, ബാക്കി സാധനങ്ങളൊക്കെ കാണിക്കാം. അതെ അതെ അതെ. പിന്നെ കുട്ടി കുട്ടി സാധനങ്ങളുണ്ടല്ലേ, കുട്ടി കുട്ടി പാൻ പോലത്തെ ഐറ്റംസ്. ഇത് ഇവരുടെ ഒരു ആർട്ട് വർക്കാണ്. ഇതിനാണ് ഈ ഒരു നാട് ഫേമസ്. അതിൻ്റെ തന്നെ ഒരു വലിയ സ്റ്റോൾ പോലൊക്കെ തന്നെ ഉണ്ട്. കണ്ടില്ലേ, നമ്മളിപ്പോൾ പോകുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് കപ്പൂല കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മൾ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കപ്പൂലയിൽ കൂടെ. ഇവിടെ ഒരാൾ ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന വഴിയോര കച്ചവടക്കാരൊക്കെ തന്നെയാണ് ഫുഡിനായാലും ഇൻ കേസ് നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആണെങ്കിലും ഉള്ളത്. എല്ലാം നീറ്റാണ്. പിന്നെ ഡേ ഓഫ് ഡെഡിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് അവർ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളിത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ചെയിൻസും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് എനിക്ക് വേണ്ട, നിങ്ങൾ ഇതെടുത്തോളൂ. പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റുകളെല്ലാം ഉണ്ട് ഇവിടെ. മധുരക്കിഴങ്ങാണോ ഇതെല്ലാം? മെക്സിക്കോയിലെ മധുരക്കിഴങ്ങ്. ഞാൻ വീഡിയോ എടുത്ത് വഴി തെറ്റി പോകുമെന്ന് എനിക്കറിയില്ല, അത് കാരണം ഞാൻ മെറീനെ കൂട്ടുകൂട്ടി. യെസ്, മെറിയാണ് ഞങ്ങളുടെ കാഷ്യർ. മെറി ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇതിവിടെ അസ്ഥികൂടത്തിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോ എടുക്കാനുള്ള എടുത്തത്. രസമുണ്ട് കേട്ടോ. ഇതിവിടെ ഒരു ഷോപ്പില് കുറെ കത്രീനാസ് ഒക്കെ ഉണ്ട്. ഇത് രസമുണ്ട് കേട്ടോ, ഫുൾ കത്രീനാസ്. ഇത് കണ്ണാടി വെച്ചിട്ടുള്ള ഒരാള്. ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്തെങ്കിലും വാങ്ങിക്കണ്ടോ? ഈ സ്ഥലത്തുള്ളവരൊക്കെ ഇതുകൊണ്ട് മാത്രം ജയിക്കുന്നവരെന്നാണ് തോന്നുന്നത്. ദിയാദെ മോർത്തസ് ആണ് ഇവരുടെ മെയിൻ ഫെസ്റ്റിവൽ.
ഇവിടെ ഒരു കാലൻ. എന്തോ മെഡിക്കൽ പ്ലാന്റിന്റെ ഇതാണ്. ഇതിവിടെ ബെനഫിറ്റ്സും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന് പിന്നെന്താ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിന്, പിന്നെ നാട്ടിലെ നാട്ടുവൈദ്യന്മാരെ പോലെ ഇവിടുത്തെ വൈദ്യന്മാരാന്ന് തോന്നുന്നു. സോ ഇതായിരുന്നു കേട്ടോ നമ്മുടെ മെയിൻ സ്പോട്ട്. എങ്ങോട്ട് നോക്കിയാലും കത്രീനെ കാണുന്ന, കത്രീനയുടെ സ്വന്തം കപ്പൂല എന്ന് പറയുന്ന സ്ഥലത്തെ ഡൗൺ ടൗൺ ആണിത്. സോ ഇവിടുന്ന് നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോവാണ്, ഹനിറ്റ്സോ. സോ നമ്മൾ ലഞ്ചും ഇവിടുന്ന് തന്നെ കഴിച്ചു. ഞാനൊരു ബ്ലൂ കോൺ തോർത്തിയും റാഹാസും ഒക്കെ കൂട്ടി ഇങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 കിലോമീറ്റർ നടന്ന് ബസ്സിലെത്തണം. സമയത്തിനെത്തിയാലേ നമുക്ക് നമ്മുടെ ഐലൻഡിൽ പോകാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഇത് ഐലൻഡിലേക്ക് തിരിക്കാൻ പോവുകയാണ്. അമിഗോസ്, അപ്പം നമ്മൾ ടൈമിന് ബസ്സിലൊക്കെ എത്തിയിട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഐലൻഡിൽ പോകാനായിട്ടുള്ള ക്യൂവിൽ നിൽക്കുകയാണ്, ബോട്ടിൽ കയറാനുള്ള ക്യൂവിലാണ്. ഇത് കാണുമ്പോൾ എനിക്ക് ആലപ്പുഴയുടെ ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ആലപ്പുഴയല്ല, ഇത് മിച്ചോക്കാനല്ലേ, ഹൻസിയോ ഐലൻഡിലേക്ക് പോകാനുള്ള പ്രവേശന കവാടമാണെന്ന് പറയാം. ഇത് പാസ്കാരോ ലേക്കാണ്. ഈ ലേക്കിലെ ഏറ്റവും വലിയ ഐലൻഡാണ് നമ്മളിപ്പോൾ പോകുന്ന ഐലൻഡ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ആളുടെ അൾത്താറിനിടയ്ക്ക് കൂടെയാണ് കേട്ടോ. ഈ മഞ്ഞപ്പൂക്കളൊക്കെ ഒരാളുടെ അൾത്താറാണ്, അതിനിടയ്ക്ക് കൂടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ നമുക്ക് ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിലൊരു ബോട്ടിൽ കയറിയിട്ട് ഐലൻഡിൽ പോകും. ഈ ഐലൻഡിൻ്റെ പേര് ഹനസിയോ എന്ന് പറഞ്ഞ ഹനസിയോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മെയ്സ് ഫ്ലവർ എന്നാണ്. ഈ ഐലൻഡ് ഈസ് ഫേമസ് ഫോർ ഇവിടുത്തെ ഒരു നാഷണൽ ഹീറോ ഹൊസേ മൊറേലിയ എന്നെന്തോ ആണ് ആളുടെ പേര്. സോ ആളുടെ വലിയൊരു രൂപമുണ്ട്, കർത്താവ് നിൽക്കുന്ന പോലെ ആൾ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ നാഷണൽ ഹീറോയാണ്. സോ പുള്ളിയുടെ ഒരു വലിയ പ്രതിമയുണ്ട്. പിന്നെ ഡേ ഓഫ് ഡെഡ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ. ബോട്ടിൽ വിളക്കേന്തി പോകുന്ന കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. അതായത് ഡേ ഓഫ് ഡെഡിൻ്റെ ഇമ്പോർട്ടൻസ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ബോട്ടിൽ പന്തം കൊളുത്തിയിട്ടൊക്കെ പോവുക. ഇതിപ്പോൾ നമ്മൾ പോകുന്നൊരു നോർമൽ ബോട്ടിലാണ്, പക്ഷേ രാത്രി ഇതുപോലെ ബോട്ടിൽ ആളുകൾ വിളക്കൊക്കെ ഏന്തി പോകും. പിന്നെ ഈ ഐലൻഡിൽ ഹാൻഡ് ക്രാഫ്റ്റ്, ടെക്സ്റ്റൈൽസ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഫേമസ് ആണ്. പിന്നെ എന്താ, ഇവിടെ ഒരു ഫിഷർമാൻ, ബട്ടർഫ്ലൈ ഫിഷർമാൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഫിഷർമാൻ അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു മീൻ പിടിക്കുന്നത് ഇപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടി അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഫിഷിങ് അവരുടെ മെയിൻ ജോബ് അല്ല. ദൂരെ കാണുന്നില്ലേ പ്രതിമ, ഈ പ്രതിമയൊക്കെ കാണണം നമുക്ക്. അതിനങ്ങ് സ്റ്റെപ്പ് കയറി മേളിൽ വരെ പോകണം. ഇതാണ് നമ്മൾ നമ്മൾ പോകുന്ന ഐലൻഡ്. ദൂരെ നിന്ന് ഇപ്പോൾ അടുത്തത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഒരാൾ കൈയൊക്കെ പൊക്കി പിടിച്ചിട്ടങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ മേളിലെത്തി കേട്ടോ. ഐലൻഡിൽ നിന്ന് താഴേന്ന് ഒരു 10-300 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു. സ്റ്റെപ്പൊക്കെ കയറി കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ നാഷണൽ ഹീറോ ഹൊസേ മൊറേലിയസിനെ കാണാൻ നമ്മൾ മേളിൽ വന്നത്. സ്റ്റെപ്പ് കയറി മടുത്തു, പക്ഷേ കാണാൻ കൊള്ളാം. പീരങ്കിയൊക്കെയെന്ന് തോന്നുന്നു. നാഷണൽ ഹീറോ ആയത് കാരണം സ്പാനിഷ് മേധാവിക്കെതിരെ പൊരുതിയ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്ന പാട്ടൊക്കെ വെച്ചിട്ട് വൈബായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ദേ കണ്ടോ, എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടോ? 2 സ്റ്റെപ്പ് മുന്നിലേക്ക്, 2 സ്റ്റെപ്പ് ബാക്കിലേക്ക്. അതവരൊരു ഓർഡറിൽ ചെയ്യുന്നതാണ്. ഇവർക്കിവിടെ എല്ലാ പാട്ടുകൾക്കും ഇതുപോലത്തെ ഇങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. സോ ഏതെങ്കിലും ഒരു ഇവൻറ്റിന് പോയി കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന ആ കോമൺ പാട്ട് വെച്ചിട്ട് അവരെങ്ങനത്തെ ഡാൻസ് കളിക്കും. ഞാനിവരെ കൂടി ഡാൻസ് കളിക്കാൻ. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല. എനിക്ക് ശരിക്കും ആലോചിക്കുമ്പോൾ ഇതുപോലൊരു പാട്ട് എല്ലാവർക്കും കളിക്കാമെന്ന്. ഇപ്പോൾ മലയാളിക്ക് കളിക്കുന്നതും കർണാടകയിലുള്ളവർക്കും കാശ്മീരിലുള്ളവർക്കൊക്കെ പൊതുവായിട്ട് അറിയാവുന്ന ഒരു പാട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ ഇല്ലല്ലേ. പക്ഷെ ഇവർക്കുണ്ട്. ഇവരെല്ലാവരും വൈബ് ചെയ്ത് ഒരു പരിചയമില്ലാത്ത മനുഷ്യരാണ് അവിടെ വന്നിട്ട് അതേ ഡാൻസ് കളിക്കുന്നത്. എന്ത് രസമാണ്.
കൈ 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 അതല്ല ഈ കളിക്കുന്ന തെറ്റാ. അവരുടെ എന്തോ ട്രഡീഷണൽ ഡാൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ കണ്ടത്, കോക്കോ മൂവിയിലൊക്കെ പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ പള്ളിയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇനിയാണ് ശരിക്കുമുള്ള ഡേ ഓഫ് ഡെഡിൻ്റെ ഇവൻ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെമിത്തേരിയിലോട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഇവിടുത്തെ ഡേ ഓഫ് ഡെഡ്, എങ്ങനെയാണ് സംഭവങ്ങളിലൊക്കെ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാസ്കാരോലാണ്. ഇവിടെ ഒത്തിരി സെമിത്തേരികളുണ്ട്. നമ്മൾ അതിലൊരു സെമിത്തേരിയിൽ കയറിയിട്ട് നോക്കാൻ പോവാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ രാത്രിയിൽ ഇവിടെ നടക്കുക. നമുക്ക് സാധാരണ നാട്ടിലെ സെമിത്തേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി, അവിടെ പോകുമ്പോൾ മരിച്ചവരുടെ ഒരു നെഗറ്റിവിറ്റി അല്ലേ നമുക്കിവിടെ അവിടെ ഫീൽ ചെയ്യുക. ഇവിടെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഉണ്ടോ, ഓരോരുത്തരുടെ കുഴിമാടങ്ങൾ അവർ അലങ്കരിച്ച് വെച്ചേക്കുന്നുണ്ടോ, ലൈറ്റും ഇതൊക്കെ വെച്ച്. ഇവിടെ നമുക്ക് ഒരു വൈബ്, ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു. എനിക്കങ്ങനെ പേടിയോ അങ്ങനെ ഒന്നും വന്നില്ല. ഞാനിതെല്ലാം കണ്ടു നടന്നു. എല്ലാവരും ഓരോരുത്തരുടെ ആൾക്കാരും അവരുടെ കുഴിമാടങ്ങൾ അലങ്കരിച്ച് വെച്ചേക്കുന്നത് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. എല്ലായിടത്തും മാരിഗോൾഡ് ഫ്ലവേഴ്സും നമ്മുടെ ബന്ദിപ്പൂവും ഒക്കെ വെച്ചിട്ട് അവരെ പ്രിയപ്പെട്ടവർ അവരെ ചുറ്റുവരിക്കുകയാണ്. നമ്മൾ ടൂറിസ്റ്റുകളായി അതിന് ചുറ്റും നടക്കുന്നത് നല്ലൊരു പ്രവണതയാണോ എന്ന് ചോദിച്ചാൽ എനിക്കല്ലാന്ന് തോന്നി. സോ അതുകൊണ്ടോ കുഞ്ഞുങ്ങളൊക്കെ കല്ലറയിലാണ് കിടന്നുറങ്ങുന്നത്. ശവക്കോട്ടയിൽ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുമ്പോഴേ കണ്ടോ, എല്ലാവരും അവനവൻ്റെ പ്രിയപ്പെട്ടവരുടെ കുഴിമാടത്തിനടുത്താണ് ആ രാത്രി. അതായത് ഞങ്ങളിത് കാണുന്നത് നവംബർ 1 രാത്രി. നവംബർ 2 നാട്ടിലെ നമ്മുടെ മരിച്ച വിശ്വാസികളുടെ ദിവസം. സോ ആ രാത്രി നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒപ്പം കൂടെ ഇരുന്ന് അവരോട് സംസാരിച്ച് അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അന്ന് രാത്രി ഫുൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാണ് ഇവരെല്ലാവരും. ഇവിടെ ആർക്കും ഭയമോ ഭയപ്പാടോ സെമിത്തേരി ആണെന്നുള്ളതിൻ്റെ അറപ്പോ ഒന്നുമില്ല. എല്ലാവരും ഒത്തിരി സന്തോഷത്തിൽ അവനവൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നാട്ടിലെ സെമിത്തേരി പോയാൽ നമ്മളെല്ലാവരും പേടിച്ച് കരച്ചിലൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല. എല്ലാവരും പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് ബാൻഡ് സെറ്റൊക്കെ കേട്ടു കേട്ടോ ഞങ്ങൾ സൗണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് എല്ലാവരും ഇരിക്കുക. ഈ ഓഫറിങ്സ് ഒക്കെ അവർക്ക് അവരുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. പിള്ളേരൊക്കെ സെമിത്തേരിയിൽ കിടന്നിട്ട് സെറ്റിങ്സ് ഫോണില് ഞാനോർത്ത് മെക്സിക്കോയിലെ സെറ്റിങ്സ് മാറ്റുന്നതിനെ പറ്റി. മരിച്ച സ്വന്തം ആൾക്കാർ കൂടെ കള്ളുടിക്കുന്ന ആൾക്കാരാണത്. നമ്മളോട് അവരും കൂടെ വന്ന് ആഘോഷിക്കുന്നു. ഇവിടെ കുടുംബമായിട്ട് ഇതേ കിടന്ന് ഇവര് പറയുന്നു.
ഒരാളെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അടുത്ത കല്ലറയിലോട്ട് പോകും. ഇവിടെ മെറ്റലാ. Bendita tú eres entre todas las mujeres y bendito es el fruto de tu vientre, Jesús. Gloria al Padre, al Hijo y al Espíritu Santo. ഏതുവഴി ഇറങ്ങണം? അമിഗോസ്, നമ്മൾ രാത്രി സെമിത്തേരിയിൽ നിന്ന്, രാത്രിയല്ല പകല് 4 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ സെമിത്തേരിയിൽ നിന്ന് കയറിയത്. ഹാർഡ്ലി വി സ്ലെപ്റ്റ് അറൗണ്ട് 2 hours. അത് കഴിഞ്ഞിട്ട് നമ്മൾ വഴിയിലെ ബാന്യൂസിലൊക്കെ കൂടെ ഒന്ന് ഫ്രഷായി. അത് കഴിഞ്ഞ് നമ്മൾ പാസ്കാരോ കാണാനായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ജീവൻ അങ്ങോട്ട് തീരാറായി. അത് കാരണം വ്ളോഗിൽ പാതി കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതാണ് നമ്മൾ പാസ്കാരോയിൽ ആദ്യം കണ്ട സ്ഥലം. സോ ആളിവിടെ സ്പാനിഷിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ. ഇതും ഇന്നലെ കണ്ടുപോലത്തെ ഡെക്കറേഷൻസ് തന്നെയാണ്, പൂക്കളുടെയും ഇതും. പിന്നെ പാസ്കാർ ഓൾസോ വൺ ഓഫ് ദ മെയിൻ പ്ലേസ് ഫോർ ഇങ്ങനത്തെ ഡേ ഓഫ് ഡെഡ് സെലിബ്രേഷൻ. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ ട്രിപ്പിൻ്റെ അത് ബാക്കിയുള്ളവരാണ്. അവിടെ എക്സ്പ്ലനേഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ വെയിൽ കാഞ്ഞിരിക്കുകയാണ്. നല്ല ടയറിങ് ജേർണി ആയതുകൊണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ട്രാവലൊക്കെ? അടിപൊളിയായിരുന്നു. ഇനിയില്ല ഇങ്ങനെ ട്രിപ്പിന്. മനസ്സ് നിറഞ്ഞോ? മനസ്സ് നിറഞ്ഞു. ഏറ്റവും കൂടുതൽ ബാന്യൂസിൽ കയറിയ ആദ്യത്തെ ട്രിപ്പാണ്. ഇത്രയും ബാന്യൂസ് നമ്മൾ ഒരു ട്രിപ്പിന് കയറി. ബാന്യൂസിൽ പോയിട്ട് ഇവിടെ 2 പേര് ടാക്സി പിടിച്ചിട്ട് വന്നത്. അഭയാർത്ഥികൾക്ക് പോലും ഇത്ര അവസ്ഥ ഉണ്ടാവും തോന്നുന്നില്ല. ഞങ്ങളുടെ ട്രിപ്പ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ട്രിപ്പായിരുന്നു. ഏതാണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞുതരാം. ബോബിൻ, എന്താണ് ഫൈനൽ ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? നിയാസിക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രിപ്പിന്റെ ഹൈലൈറ്റ്. മെക്സിക്കൻസിന് വരെ ഇപ്പൊ നിയാസ് എന്ന് പറഞ്ഞാൽ ഇല്ല, സത്യമായിട്ട് പറയണ മെക്സിക്കൻ ജനതയുടെ ഹൃദയത്തിൽ ഇടനേറിയ ആളാണ് നിയാസ് എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാം. അവര് പാട്ട് പാടാനായിട്ട് ഇവിടെ ഭയങ്കര ചേരിങ് ഒക്കെ അടുത്ത അലമ്പ പിള്ളേര് വിത്ത് കൃഷ്ണ അവര് ഏതാണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളെ അവർ ചീത്ത പറഞ്ഞു, നമ്മളൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ പോവാണ്. ഇനി എവിടെന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ല ടയേർഡ് എന്ന് വെച്ചാൽ നല്ല ടയേർഡാണ്, വേറെ നിവൃത്തിയില്ല.
മെറി ചേരുന്നു. മെറി എന്താണ് പറയാനുള്ളത്? മെറി ഹലോ ഗൈസ്, ഇത് പിടിച്ചു. ട്രിപ്പ് വളരെ പോറായിരുന്നു. ട്രിപ്പ് വളരെ ഇൻട്രസ്റ്റിങ്ങും യുണീക്കും ആയിരുന്നു. ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. എപ്പോഴും നമ്മൾ റെസ്റ്റ് എടുത്താണ്. ഓരോ ബാഗേഴ്സും നമ്മൾ അരിച്ചു പറക്കി. അതെ, എല്ലാം നമ്മൾ അരിച്ചു പറക്കി. പിന്നെ എല്ലായിടത്തും നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടാണ് പോവാറ്. പക്ഷെ ഇത്തവണ റെസ്റ്റും ഇല്ല, ഉറക്കവും ഇല്ല, ഒന്നുമില്ല. ഫുൾ കാൽനട പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്നിരിക്കുന്നത്. കണ്ടില്ലേ, എല്ലാവരും ഇരുന്ന് മണിയാണ്. ഓ, നമ്മളിത് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ച്. ഇത് ഡൊമിനിക്കൻ സന്യാസിമാരുടെ എന്തോ റിലേറ്റഡ് ഇതാണ്. സോ ഓ, അവര് യൂസ് ചെയ്യുന്ന ക്ലോത്ത്സും ഇതൊക്കെയാണോ? Buen día. ഓക്കെ, ഷോപ്പുകൾ. Buen día. ഇവിടെയുള്ള ആളുകളുടെ ഡിപ്ലോമ. ഓക്കെ, ട്രോഫികളൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് നെഹ്റു ട്രോഫി വള്ളംകളി കുറവ് വരുമ്പോൾ എനിക്കറിയില്ല. വരൂ. എക്സിബിഷൻ ഓക്കെ, ഇത് അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളോ നെയ്ത്താന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ നെയ്ത്തൊക്കെ കൊണ്ടുവന്നത് ഡൊമിനിക്കൻ സന്യാസിമാരുടെ എന്തോ ഇതാണ് മിച്ചക്കാലിലെ പള്ളി. ഇതുവരെ ചർക്കയാണോ? ചർക്കയായിരിക്കും. നമ്മുടെ ഗാന്ധിജി യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ അവർ യൂസ് ചെയ്യുന്ന ചർക്ക തന്നെയാണ്. നെയ്ത്ത്. ഓ, ഇതൊക്കെ ഒരു നെയ്താണോ? ഇവിടെ വ്ളോഗ് എടുക്കുന്നതിനിടയ്ക്ക് ആളുകൾ റീൽ എടുക്കുന്നതിന്റെ വീഡിയോസ് ആണ് കേട്ടോ. ഇതാണ് നിയാസിക്കയുടെ റീല്. ഈ ഹായ് ആരോടാ പറയണേ? ഇതാണ് ഫോട്ടോഗ്രാഫർ. ഇതൊരു അൾത്താറാണ് കേട്ടോ. ഹൃദയങ്ങൾ, തിരുഹൃദയങ്ങൾ. കട്ടിങ്ങും ഷേവിങ്ങും ഞാൻ കോമഡി പറയട്ടെ. ഹോട്ടലാന്ന് പറഞ്ഞു ബാർബർ ഷോപ്പിൽ കയറി. അപ്പോൾ ചോദിച്ചു എന്താ ഉള്ളത്. അപ്പൊ അവര് പറയാണ് കട്ടിക്കും ഷേവിങ്ങും. നേരത്തെ കണ്ടത് നമ്മുടെ ബ്രഞ്ചിൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ഫൈനൽ റെസ്റ്റോറൻ്റ് ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ GDLലോട്ടുള്ള ബസ്സിന് കയറി നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡൊക്കെ കയറി ഓർഡറൊക്കെ ചെയ്തു. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്യാൻ അവർക്ക് ലേറ്റായി. അത് കാരണം നമുക്ക് ഫുഡൊന്നും കിട്ടാതെ നമ്മൾ കുറച്ച് അതായത് പാഴ്സൽ വാങ്ങിച്ചിട്ട് പോയി. കുറച്ച് പേർക്ക് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടിയില്ല. നമ്മളെന്തായാലും ഉള്ളതൊക്കെ കൊണ്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊരവസ്ഥയായിരുന്നു. എന്തായാലും റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഇത്രയും ടയേർഡായ ഒരു ട്രിപ്പ് ഞങ്ങളിതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. 2 ദിവസങ്ങളിൽ 2 മണിക്കൂർ മാത്രം ഉറക്കവും പിന്നെ ദിവസവും ഒരു 12 കിലോമീറ്റർ അടുത്ത് നമ്മൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആകെ ടയേർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടയേർഡായി. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് അടിച്ചിട്ടിരിക്കുന്ന കാരണം ടയേർഡായില്ലെന്ന് തോന്നുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും വയ്യ. രാത്രിയായി. നമ്മൾ ബസ്സിനകത്തിരുന്ന് തണുത്ത് വിറച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ ചുമ്മാ എന്തായാലും ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചാൽ. ഇതായിരുന്നു നമ്മൾ പോയ ബസ്സിൽ AC ഒക്കെ ഇങ്ങ് കൂട്ടിയിട്ട് ഞങ്ങളെടുത്ത് ബ്ലാങ്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. തണുത്ത് വിറച്ചായിരുന്നു. ബസ്സിനകത്ത് ഇരുന്ന സമയം ഫുള്ള് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യം പറയാലോ. പിന്നെ
നമ്മൾ GDL വീട്ടിലെത്തൂലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ തിരിച്ചു വന്നത്. പക്ഷെ കണ്ട കാഴ്ചകൾ കൊള്ളായിരുന്നു, വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയുള്ള കഴിച്ച് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ